ലൂസിഫർ എന്ന സിനിമ ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമാകുന്നുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നത് ഗുജറാത്ത് കലാപവും നരേന്ദ്രമോദിയുടെ വർഗീയ വംശഹത്യയുമായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. എന്നാൽ സിനിമയിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുന്ന സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാലും ഇപ്പോഴും ഗുജറാത്ത് കലാപം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഹിന്ദു മുസ്ലിം വർഗീയവാദം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കാനാണോ സിനിമ ഇപ്പോൾ രംഗത്ത് വന്നത് എന്നുള്ള ചോദ്യം അഖിൽ മാരാർ ഉന്നയിക്കുകയാണ്. കാരണം ക്യാമ്പസുകളിലടക്കം ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള വർഗീയവാദം വർദ്ധിച്ചു വരുവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അഖിൽ മാരാർ എന്താണ് പറയുന്നത്? മോഹൻലാലുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ഒരു കുറിപ്പിൽ അഖിൽ മാരാർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആരൊക്കെയാണ് വഴക്കുണ്ടാക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണ്? എമ്പുരാനിൽ പറയുന്നത് എന്താണ്? എല്ലാം അഖിൽ മാരാർ വിശദമായി തന്നെ പറയുന്നു. എമ്പുരാൻ സിനിമ ഇറങ്ങിയ ശേഷം ചർച്ച ചെയ്യപ്പെട്ടത് സിനിമയല്ല, ഗുജറാത്ത് കലാപവും ഹിന്ദുത്വ ഭീകരവാദികളുടെ നെറുകേടുമാണെന്ന് സംവിധായകൻ അഖിൽ മാരാർ പറയുകയുണ്ടായി. ഇതുപോലൊരു പ്രശ്നം കേരളത്തിൽ ആളിക്കത്തുമെന്ന് ചൂണ്ടിക്കാട്ടി മോഹൻലാലിന് താൻ മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം അതിന് മറുപടിയും തന്നു. മുരളി ഗോപിയുടെ നിശബ്ദത ഒരു നിലപാടല്ല. മാപ്പ് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടടങ്ങുമെങ്കിൽ മാപ്പ് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് എന്നാണ് അഖിൽ മാരാർ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ പറയുന്നത്. സിനിമ ഇറങ്ങിയത് മുതൽ മതപരമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമല്ല പലരും പോസ്റ്റ് ചെയ്യുന്നത്. ഗുജറാത്ത് കലാപവും ഹിന്ദുത്വ ഭീകരവാദികളുടെ നെറുകേടുമാണ് പോസ്റ്റുകളിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് കലാപം കഴിഞ്ഞ് 23 വർഷങ്ങൾ കഴിഞ്ഞു. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയി കഴിഞ്ഞു. അവർ അതിന്റെ നേട്ടങ്ങളൊക്കെ നേടുകയും ചെയ്തു. ഇനിയും ഈ കലാപത്തിന്റെ പേര് പറഞ്ഞ് BJPക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യാം. എതിരാളി എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ മനുഷ്യൻ വീണ്ടും മതപരമായി തമ്മിലടിക്കുകയാണ് ചെയ്യുന്നത്. ഏത് രീതിയിലും സമൂഹത്തിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചു തരുന്നുണ്ട്. ജനത്തെ എങ്ങനെ ഒരു വിഡ്ഢിയാക്കി ഒരു നേതാവായി മാറാം എന്നത് ഈ സിനിമയിലൂടെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. സിനിമയിൽ പറഞ്ഞ ഇതേ കാര്യങ്ങളാണ് ഇവർ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ഗുജറാത്ത് കലാപവും BJPയും ആണെങ്കിൽ മറുഭാഗത്ത് IUF എന്ന് പറയുന്ന UDFO അല്ലെങ്കിൽ UPA ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അധികാര സ്ഥാനത്ത് ഒരു മോശപ്പെട്ടവനാണെന്നും അധികാരത്തിന് വേണ്ടി ഹിന്ദുത്വവാദികളോട് കൈകോർക്കുന്നവനാണെന്നും കോൺഗ്രസിൽ മതേതര മൂല്യം കാത്തുസൂക്ഷിക്കുന്ന ആരുമില്ല എന്നുമാണ് ഈ സിനിമ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ലാലേട്ടന് മെസ്സേജ് അയച്ചിരുന്നു. പണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാണ് ക്യാമ്പസുകളിൽ അടി നടന്നുകൊണ്ടിരുന്നതെങ്കിൽ അത് മാറി ഇപ്പോൾ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കുകയും ഇത് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ്. അത് ഏറ്റെടുക്കാൻ ഇരു മതവിഭാഗത്തിലെ മത തീവ്രവാദികളും ഇവിടെയുണ്ട്. മനുഷ്യനിലുള്ള സ്വഭാവ ഗുണങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഇതുപോലൊരു പ്രശ്നം കേരളത്തിൽ ആളിക്കത്തും അത് ചൂണ്ടിക്കാട്ടിയാണ് ലാലേട്ടന് മെസ്സേജ് അയച്ചത്. അദ്ദേഹം അത് മനസ്സിലാക്കുകയും തിരിച്ച് മറുപടി നൽകുകയും ചെയ്തു. മോഹൻലാൽ ഇടപെട്ടു. മുരളി ഗോപി ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന സൈക്കോകളാണോ മുരളി ഗോപി? ഇതാണോ നിലപാട്? നാട് മുഴുവനും കലാപം നടക്കുന്നു, മനുഷ്യൻ തമ്മിലിടിക്കുന്നു. നിശബ്ദത ഒരാളുടെ നിലപാടാണോ? തനിക്ക് അങ്ങനെ തോന്നുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. മാപ്പ് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടടങ്ങുമെങ്കിൽ മാപ്പ് ഏറ്റവും മൂല്യമുള്ള ഒന്നാണെന്നും അഖിൽ മാരാർ പറയുന്നു.